ഹായ് ഹലോ. അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് ചെയ്യാൻ പോണത് കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. കടച്ചക്ക കിട്ടി എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എനിക്ക് കടച്ചക്ക എന്ന് പറയുന്ന സാധനം ഇഷ്ടമല്ല. പിന്നെ ഇത് കിട്ടിയപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ കടച്ചക്ക നന്നാക്കി എടുത്തതിന് ശേഷം കുറേ പാട് കഴിക്കുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പീസാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പാട് കഴിച്ചിട്ടാണ്. അപ്പോൾ കടച്ചക്കക്ക് ഇട്ട് വെക്കണത് ഞണ്ടും കടച്ചക്കയും കൂടിയാണ് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞണ്ട് ഒരു ചെറിയ 2 ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് അടുപ്പത്ത് ഞണ്ടിനെ വേവിക്കാൻ വെച്ചേക്കണതാണ് കാണുന്നത്. അതിന് ഞാൻ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം കൂടി ചേർത്തിട്ട് ഞണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കടച്ചക്കയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. കടച്ചക്ക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ വില ചോദിച്ചപ്പോൾ 1 കിലോന് 80 രൂപ കൊണ്ടൊക്കെ ആയിരുന്നു. ഇപ്പോഴും അത്രയും വിലയൊക്കെ തന്നെയെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം ഞണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കടച്ചക്കയും കൂടി ഇട്ട് ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. കടച്ചക്ക കുക്കറിൽ ഇടണമായിരിക്കും ഒന്ന് ഇട്ട് നല്ലത്. അപ്പോൾ വേഗം വെന്ത് കിട്ടും. ഇത് കുറേ വെള്ളമൊക്കെ വെച്ചിട്ടാണ് വെന്ത് കിട്ടിയത്. വെന്തതിന് ശേഷം അതൊന്ന് താളിക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ച് ചൂടായി വന്നപ്പോൾ സവാളയും ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഞാനതൊന്ന് വഴറ്റിയെടുക്കുന്നത്. വഴറ്റി വന്നതിന് ശേഷം സാധാരണ ചേർക്കുന്ന പൊടികൾ തന്നെ മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് കടച്ചക്ക നന്നായി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടച്ചക്കയും ഞണ്ടും കറി റെഡി. നാളെ വീണ്ടും കാണാം.